പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന തല തോർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ എവിടേക്ക് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയട്ടെ. അപ്പൊ ആരാ, ആദർശേട്ടനാണെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാണ്, ആദർശേട്ടനാണെങ്കിൽ ആദർശേട്ടനാണെന്ന് പറഞ്ഞാൽ പോരെ, ഇത് ആദർശേട്ടനെന്നല്ല വേറൊരാളാണെന്ന് പറയും. ചേച്ചി സസ്പെൻസ് ഇടാതെ കാര്യം പറയുന്നത് നയന പറയുന്ന സമയത്ത് നിന്റെ അമ്മായിയമ്മയാണ് നിന്നെ കാണാൻ വന്നിട്ടില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മ വന്നോന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിനക്ക് അമ്മായി വരുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ നിന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യ. അപ്പൊ നിനക്ക് നിന്റെ അമ്മായിയമ്മയോട് സ്നേഹം ഉണ്ടോ എന്നും ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് എനിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ, അതുകൊണ്ട് തന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ കാര്യം പറയുമ്പോൾ നീ ഞെട്ടുന്നാണ് വിചാരിച്ചത്, പിന്നെ നിനക്ക് നല്ല സന്തോഷമാണല്ലോ എന്ന് പറയാണ്. പിന്നീട് അതുപോലെ തന്നെ അമ്മയമ്മേനോട് സ്നേഹമാണെന്ന് ചോദിക്കുമ്പോൾ അതിന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്നും അമ്മേനോട് സ്നേഹം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവർ സംസാരിച്ച് കഴിഞ്ഞ് നേരെ അങ്ങ് ദേവയാനിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നീ വന്നോ, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിട്ടുള്ളത്, ഇപ്പൊ തന്നെ റെഡി ആവണം, എന്നിട്ട് എന്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ കനകയും ഗോവിന്ദനും കൂടെ പറയുന്നുണ്ടായിരുന്നു, ആദർശമാവും അന്ന് മോളെ വിളിച്ചപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ആദർശമാരുടെ കൂടെ പോകണ്ടെന്നൊന്നും മോളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാക്കി മോളോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പോരുകയാണെങ്കിൽ ഇനി ഞങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം പാടില്ല, അതുപോലെ തന്നെ ഇനി ഞങ്ങൾ ആ വീട്ടിലേക്ക് വരില്ല, ഇനിയിപ്പോൾ മോൾക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നയനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ നയനോട് ദേവ്യാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഇതിലൊന്നും പറയാനില്ല എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, ആദർശേട്ടൻ വന്ന് വിളിച്ചപ്പോഴും കൂടെ പോരാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറയും കേട്ടോ. പിന്നീട് ദേവയാനിയും അതുപോലെ തന്നെ കനകനോടും ഗോവിന്ദനോടും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തിനാ ഇത്ര വാശിയെന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് വാശിയൊന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് നാളായി ഇതിങ്ങനെ കാണുന്നു, നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങിന് വിളിക്കാൻ വന്നപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കണ്ടതാണ് മോളോട് ദേവയാനി പെരുമാറുന്നതും ഒക്കെ, അത് ഇനി പറ്റില്ല, അത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് തന്നെ തറപ്പിച്ച് അങ്ങ് പറയാണ് കേട്ടോ. ഞങ്ങളിതൊക്കെ നേരത്തെ തീരുമാനിച്ചു തന്നെയാണ് നവ്യമോളെ 7ാം മാസത്തെ ചടങ്ങിന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ വന്നപ്പോൾ മോളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ദേവയാനിക്കാണെങ്കിലും അതങ്ങ് അംഗീകരിക്കാനും പറ്റുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വാശി പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദർശ് കിട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ആദർശിനെ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിയാണ്, ഞങ്ങളിങ്ങനെ മോളോട് അങ്ങോട്ട് വരണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ, മോള് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരരുത്, ഞങ്ങളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ, രണ്ടും കൂടെ നടക്കില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ സങ്കടമാവുന്നുണ്ട്, മോള് പോയിക്കോന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ കനകയും ഗോവിന്ദനും. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മേനെയും ഇങ്ങനെ തള്ളി പറഞ്ഞു ഇവിടുന്ന് പോകണമെന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയാണ്, ഞാൻ എങ്ങോട്ടും പോകണില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാണ്, ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും, ഇതിന് രണ്ടിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മോൻ കെട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയിരിക്കുന്നു പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, അതിന് ദേവയാനി ആ താലിക്ക് വലിയ വിലയൊന്നും കൊടുക്കുന്നില്ലല്ലോ, മോളെ ഇപ്പോഴും ഇങ്ങനെ സ്നേഹിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ പഴയ കഥയാണ്, ഇപ്പൊ അങ്ങനെയൊന്നുമല്ല എന്ന് ദേവയാനി പറയുന്ന സമയത്ത് നന്ദു ആണെങ്കിലും അതിന്റെ ഇടയിൽ കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടന്റെ അമ്മ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദർശേട്ടന്റെ അമ്മേനെ കല്ല് തന്ന് സഹായിച്ച ആ പെൺകുട്ടീനെ പോലെ ആയിരിക്കണം ഒരു മരുമകളെ എന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, ആ കല്ല് തന്ന കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു പോയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ആദർശിനെ ഇങ്ങനെ അവളുമായിട്ട് കല്യാണം കഴിപ്പിച്ചിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അതാണ് ശരി, എന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയാണ് ഇവളെ എനിക്ക് ഇനി മാറ്റി നിർത്താൻ പറ്റില്ല, ഇവളെ ഞാൻ കൂടെ തന്നെ ചേർത്ത് നിർത്തും, എന്റെ മരണം വരെ. ഇപ്പൊ ഞാൻ എന്റെ മകനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ മോളെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനിയനെ ചേർത്ത് പിടിച്ചങ്ങ് കരയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ കനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഞാനിങ്ങനെ കരല് തന്നത് ഇവളാണെന്ന് മനസ്സിലാക്കിയപ്പോ തൊട്ട് പിന്നെ എനിക്ക് ഇവളെ പിരിഞ്ഞിരിക്കാൻ പറ്റാതായി. അപ്പൊ ഈ ഒരു 2-3 ദിവസം ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല, എനിക്കിനി മോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ആദർശന്റെയും അവന്റെ അച്ഛന്റെയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ ഒക്കെ കാര്യം, എനിക്കും ഇനി മോളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞങ്ങ് കരയാണ് കേട്ടോ. അപ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഇത് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കനകയാണെങ്കിലും അങ്ങനെ രണ്ടുപേരും കൂടെ ദേവയാനി നയനിയും കൂടെ പ്രായശ്ചിത്തക്കാവിൽ പോകുന്നൊക്കെ കണ്ടാണല്ലോ, അപ്പൊ അതൊക്കെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ അമ്മായിമ്മ മരുമകളുടെ തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നതൊക്കെ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരു കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളും ഇങ്ങനെ ഒരു നാടകം കളിച്ച് ഇങ്ങനെ മോളെ ഇങ്ങനെ നവ്യയുടെ 7ാം മാസ ചടങ്ങിന് വിളിക്കാൻ വന്നപ്പോൾ മോളെയും കൂടെ വിളിച്ചു കൊണ്ടുവരാന്നുള്ള ഒരു തീരുമാനം എടുത്തത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിന്റെ പിന്നിലേക്ക് നന്ദു ആണോ, നിന്റെ ബുദ്ധിയാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല, ഇത് അച്ഛനും അമ്മയും കൂടെ എടുത്ത തീരുമാനം തന്നെയാണെന്ന് നന്ദും പറയാണ് കേട്ടോ. അപ്പൊ നവ്യക്കാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നവ്യം ചോദിക്കുന്നുണ്ടായിരുന്നു, രണ്ടുപേരും സ്നേഹിച്ചു തുടങ്ങിയിട്ടാണോ പിന്നെ ശത്രുക്കളെ പോലെ എന്റെ മുന്നിലേക്ക് അഭിനയിച്ചതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ നയന പറയുന്നുണ്ടായിരുന്നു, അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു, അപ്പൊ അതുപോലെ എനിക്കൊരു അവാർഡ് കിട്ടിയ
ഇരുന്നല്ലോ. അമ്മയുടെ സുഹൃത്തും അതുപോലെ തന്നെ മകളും കൂടി ചേർന്ന് തന്നൊരു അവാർഡ്. അപ്പൊ അതൊക്കെ സംഘടിപ്പിച്ചത് അമ്മ തന്നെയാണ്. എന്നിട്ടാണ് അമ്മ ആ അവാർഡ് ഫംഗ്ഷന് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയായാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് അമ്മ അവാർഡ് ഫംഗ്ഷന് വന്നാൽ മാത്രമേ ഞാൻ അവാർഡ് വാങ്ങിക്കുള്ളൂ എന്ന് പറഞ്ഞതും അവിടെ വെച്ചാണ് ഞാൻ ഈ സസ്പെൻസ് എല്ലാം പൊളിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കനകയുടെ കുറച്ച് സ്നേഹപ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. ദേവയാനിയും ചെന്ന് കെട്ടിപ്പിടിക്കലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, മോളെ ഇങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കിങ്ങനെ മോളെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ 2 ദിവസം ഞാൻ എങ്ങനെ കഴിഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയില്ല, എനിക്കിനി മോളില്ലാതെ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2-3 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ മോളെ അങ്ങോട്ട് കൊണ്ടുവിട്ടേനെ, അല്ലെങ്കിൽ ആദർശ് വിളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞേനെ എന്നൊക്കെ പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമാവുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളോട് ഒരിക്കലും കള്ളം പറയാത്തൊരു മോളായിരുന്നു നയനമോള്. അപ്പൊ അവളും അമ്മായിമ്മയുടെ കൂടെ ചേർന്ന് ഞങ്ങളോട് വലിയൊരു സത്യം മറച്ചു വെച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല ദേവേനി പറയുന്നുണ്ടായിരുന്നു, മോള് അങ്ങോട്ട് ചെല്ലാത്തതിൽ അവിടെ ഇങ്ങനെ സന്തോഷിക്കുന്ന പലരും ഉണ്ട്, ഞാൻ മോളെ ചെന്ന് വിളിക്കില്ല എന്ന വിശ്വാസത്തിൽ. പക്ഷേ ചിലർക്കാണെങ്കിൽ മോളില്ലാതെ അവിടെ പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നയനേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്തായാലും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്, നയനേനെ ദേവയാനി സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ. അത് അവരങ്ങ് നയനയും അതുപോലെ തന്നെ ദേവയാനിയും അവിടെ നിന്ന് അകത്തേക്ക് പോകുന്ന സമയത്ത് നവ്യാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നയന ഭാഗ്യമുള്ളവളാണ്, ആദ്യം ആദർശമായിട്ട് മാറി, ഇപ്പൊ പിന്നെ അമ്മായിയമ്മ അവളെ സ്നേഹിച്ചു തുടങ്ങി, ഇനിയിപ്പോ എന്റെ അമ്മായിയമ്മ എന്നാണ് അവനെ സ്നേഹിച്ചു തുടങ്ങുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, അത് ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയാം. നവിക്കും ആ കാര്യം അറിയാവുന്നതുകൊണ്ട് നവിയും അതിനങ്ങ് തർക്കിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോ ഞാൻ എന്റെ ജീവൻ കൊടുത്ത് അവരെ രക്ഷിച്ചാലും ഞാൻ മരിച്ചു പോയാലേ അവര് സന്തോഷിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനന്തപുരിയാണല്ലോ കാണിക്കുന്നത്. അപ്പൊ മുത്തശ്ശൻ ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വഴക്കെങ്ങാനും നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല, ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഞങ്ങൾ സ്നേഹിച്ച സമയം വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് ആദർശ്. എന്നിട്ട് ഞാൻ അവളെ ചെന്ന് വിളിച്ചപ്പോൾ അവൾ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അതുപോലെയാണല്ലോ ദേവേനി അവരുടെ മുന്നിൽ വെച്ച് മോളോട് പെരുമാറിയത്. അപ്പൊ പോരാത്തതിന് ഇപ്പൊ ഇങ്ങനെ മോളാണല്ലോ ഇങ്ങനെ ദേവേനിക്ക് ചാരല് കൊടുത്തത്, അതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് പറയാണ്. അപ്പൊ ഈ സമയത്ത് ജയന അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയും, നിന്റെ അമ്മ അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിലെ എല്ലാവരും മോളില്ലാത്തതുകൊണ്ട് വിഷമത്തിലല്ലേ, ചിലപ്പോ അവളിങ്ങനെ വല്ല ഭജന ഇരിക്കുകയായിരിക്കും, മോള് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കാവോ എന്ന് പറയട്ടെ. അപ്പൊ അതിന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ, മോളെ ചെന്ന് വിളിച്ചിട്ട് കൊണ്ടുവരില്ലേ വേണ്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പിന്നീട് അവരതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാനില്ലാതെ അവിടെ പറ്റില്ല എന്ന് തന്നെയാണ് കേട്ടോ അവരുടെ ഒരു തീരുമാനം. അതുകൊണ്ട് ഇനിയിപ്പോ മോള് വരുമോന്ന് നോക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാനും അതുപോലെ തന്നെ ഇയാളും കൂടെ ചെന്നിട്ട് ഗോവിന്ദന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും മോളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നയനയെ കുറിച്ചൊക്കെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലിങ്ങനെ ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞാലാണല്ലോ വീട്ടിൽ ഓരോ പൊരുത്തക്കേട് തുടങ്ങുന്നത്. പക്ഷെ നയനമോൾ അങ്ങനെയല്ല, വീട്ടിലെല്ലാവരെയും ഒന്നിച്ചിങ്ങനെ കൊണ്ടുപോകാൻ ഇങ്ങനെ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ നവി അതുപോലെ തന്നെ അനാമിക അങ്ങനെയൊന്നല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വഴക്കൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണല്ലോ അവർ രണ്ടുപേരും. അതുപോലെയല്ല നയന. അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ഇങ്ങനെ ഇനി ഇതുപോലെ ഒരു മരുമകളെ കിട്ടില്ല, അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് നയനയുടെ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോള് ഇവിടെ വേണം. അതുപോലെ തന്നെ മോള് രാവിലെ ഒരു നിറഞ്ഞ പുഞ്ചിരിയായിട്ട് ചായ കൊണ്ടുവരുന്നത് ഒന്നും ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമാണ്, മോളില്ലാത്ത വീട് ഉറങ്ങിയ പോലെയാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കും അതുപോലെ തന്നെ ഇയാൾക്കൊന്നും മോളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ദേവേനി കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ മോളോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറണമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊരു മാറ്റം വേണ്ടേ, ഇനിയെങ്കിലും ദേവേനി അവളെ സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശനൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇനിയിപ്പോ ദേവേനിയോട് ഇങ്ങനെ കരല് കൊടുത്ത് സഹായിച്ചത് ഇങ്ങനെ മോളാണെന്ന് പറയേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ജയനോടാണെങ്കിലും ജയന്റെ അഭിപ്രായമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ നമുക്കത് തുറന്നു പറയേണ്ടി വരും. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സത്യം മറച്ചു വെച്ചേനെ, ഇനിയിപ്പോ നമ്മളോടും ദേഷ്യം കാണിക്കും അയാളെന്നൊക്കെ ആ സമയത്ത് ഇങ്ങനെ ജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നയനയുടെ വീടാണ്. അപ്പൊ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ ദേവയാനി ആണെങ്കിലും അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. നേരത്തെ ദേവയാനിക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു, ആദർശ് പോലും അവിടുന്ന് കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ എന്തായാലും ഈ സമയത്ത് ഇതൊക്കെ അറിഞ്ഞ ശേഷം എന്തായാലും ദേവയാനി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോ ഒരു ആശ്വാസമായി, ഇനി എനിക്കിപ്പോ ഏത് സമയത്ത് മോളെ കാണാൻ ഇങ്ങോട്ട് വരാലോ എന്നൊക്കെ നവീനോട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ, ഇവർക്ക് രണ്ടാൾക്കും പിറകെ നന്ദമോളും കൂടെ അങ്ങോട്ട് വരേണ്ടിയിരുന്നതായിരുന്നു അനിയുടെ ഭാര്യയായിട്ട് എന്ന് പറയാണ്. അതിൽ എനിക്കൊരു വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ
പിന്നീട് നയന ചെയ്തതും തെറ്റായില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല എന്ന് ഗോവിന്ദൻ പറയുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ നന്ദമോള് അനിയുടെ ഭാര്യയായിട്ട് വന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം അനി അനാമിക്കും തമ്മിൽ എപ്പോഴും വഴക്കാണല്ലോ, അതും നന്ദുവിന്റെ പേരും പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാവുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ കനക പറയുന്നുണ്ടായിരുന്നു അതിൽ നന്ദുവിന്റെ ഭാഗത്തും തെറ്റുണ്ട്. മോളോട് ഞങ്ങൾ പറഞ്ഞതാണ് അനിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ അനിയനെ കാണരുത്, സംസാരിക്കരുത് എന്നൊക്കെ എന്ന് പറയൂ കേട്ടോ. പിന്നീട് ദിവ്യാനി നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു അവരുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ കൂടുതൽ അങ്ങോട്ട് ഇങ്ങനെ ഇതാക്കാതിരിക്കുന്നതാണ് നല്ലത്, അതനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അറിഞ്ഞ ശേഷം ഇങ്ങനെ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതിന് നല്ലൊരു സദ്യ തന്നെയായിരുന്നു തരേണ്ടിയിരുന്നത്, ഇതൊന്നും ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെന്താ, ഇനി ഒരു ദിവസം നല്ലൊരു സദ്യ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി, ഞാനും മോളും കൂടെ വന്ന് അത് സന്തോഷത്തോടുകൂടി കഴിച്ചിട്ട് പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും എനിക്കിപ്പോ ഒരു ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനോട് ശരീരം അങ്ങനെ ശ്രദ്ധിക്കാനും ആരോഗ്യമൊക്കെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അനന്തപുരിയിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങളൊക്കെ അതിന് കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ നവ്യനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ അബിയുടെ സ്വഭാവം മോള് വേണം മാറ്റിയെടുക്കാൻ എന്നൊക്കെ നവിക്ക് ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞ് എന്തായാലും കനയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ കനക പറയുന്നുണ്ടായിരുന്നു ഇതിന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സൽക്കരിക്കേണ്ടിയിരുന്നത്, നല്ലൊരു സദ്യ ഒരുക്കി തന്നെ ഇങ്ങനെ സൽക്കരിക്കേണ്ടി ഇരുന്നതാണ് എന്ന് പറയുമ്പോൾ അതിനെന്താ, ഒരു ദിവസം സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചാൽ ഞാനും മോളും കൂടെ വന്ന് അത് സന്തോഷത്തോടു കൂടി കഴിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ കനയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കും നയനയ്ക്ക് ആകെ ടെൻഷൻ ഉണ്ട് കേട്ടോ. ആദർശ് വന്ന് വിളിച്ചപ്പോൾ അങ്ങനെ നയന പോവാത്തോണ്ട് ഇനിയിപ്പോ ആദർശിനെ ദേഷ്യമായി കാണുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ദേവയാനിയോട്. അപ്പൊ ദേവയാനി പറയും അതെന്തായാലും കാണും, അതിനി മാറാൻ കുറച്ച് ദിവസം എടുക്കും എന്ന് പറയുമ്പോൾ നയനയ്ക്ക് ആകെ ഇങ്ങനെ വിഷമമായിട്ട് ഇങ്ങനെ നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.